ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സങ്കീർത്തനം 111:5 പറയുകയാണ്, തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? ആഹാരം മാത്രമല്ല, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. നമുക്കുണ്ടായ കഷ്ടപ്പാടുകൾ അവർക്കുണ്ടാകരുത്. പല മാതാപിതാക്കളിൽ നിന്നും മക്കളെ കഷ്ടപ്പാടറിയാതെ വളർത്താൻ ശ്രമിച്ച് അവസാനം എല്ലാം തലകീഴ്മേൽ മറിയാം. മക്കളെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വേണം വളർത്താനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരുമെന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തിൻ്റെ വേദനകൾ, സഹനങ്ങൾ, സങ്കടങ്ങൾ തന്നെ എന്നൊക്കെ ചോദിക്കും. ഇത് മനസ്സിലാകാൻ ഞാൻ ഒരു കഥ പറയാം. ഒരു ബിൽഡിങ്ങിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിലിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സൂപ്പർവൈസർ ഇതാ താഴെ ആ ബഹുനില കെട്ടിടത്തിൻ്റെ താഴെ നിലയിൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആ ഭാഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളിയെ അത്യാവശ്യമായിട്ട് മുകളിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി താഴേക്ക് പലതവണ വിളിച്ചിട്ട് മെഷീനത്തിൻ്റെ ശബ്ദം കാരണം കേൾക്കുന്നില്ല. വളരെ ഒച്ചത്തിലൊക്കെ വിളിച്ചു, കേൾക്കുന്നില്ല. അയാൾ ജോലി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 500 നോട്ട് മടക്കി താഴേക്കിട്ടു. വേഗം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നോട്ട് കറക്റ്റ് സ്ഥാനത്ത് തന്നെ വീണു. ഇയാൾ പതിയെ എടുത്ത് അത് പോക്കറ്റിലിട്ടു. വീണ്ടും അയാൾ നോക്കും, കുറച്ച് നേരം കഴിഞ്ഞെങ്കിലും മുകളിലേക്ക് നോക്കുമെന്ന് സൂപ്പർവൈസർ കരുതി. പക്ഷേ നോക്കുന്നില്ല. വീണ്ടും ദൈവം തന്നതെന്നും പറഞ്ഞ് പോക്കറ്റിലേക്ക് ഇട്ടു. അടുത്ത ഒരു 100 രൂപ നോട്ട് താഴേക്ക് ഇട്ടപ്പോൾ അതും കൃത്യസ്ഥാനത്ത് തന്നെ വീണു. അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ നോക്കിയിട്ട് ആരും കാണുന്നില്ലെന്ന് മനസ്സിലാക്കി അയാളതെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. വീണ്ടും ഒരു $1 രൂപ കോയിൻ എടുത്ത് ഇട്ടു. അത് അയാളുടെ ദേഹത്താണ് വീണ്. നൊന്ത് ആ കോയിൻ വീണപ്പോൾ പതിയെ നൊന്തപ്പോൾ അയാൾ മുകളിലേക്ക് ആരടാന്നും പറഞ്ഞിട്ട് നോക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്ന സൂപ്പർവൈസറിനെ കണ്ടു. 500 രൂപ നോട്ട് വീണപ്പോൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് അയാളെ വിളിക്കുകയാണ്. വീണപ്പോൾ 100 രൂപ നോട്ട് വീണപ്പോൾ ന്യൂട്രറി പോക്കറ്റ് ഇട്ടവൻ ഇതാ $1 രൂപ കോയിൻ വീണ് അത് ദേഹത്ത് തന്നെ കൊണ്ടു. അപ്പോൾ ഒന്ന് നൊന്തപ്പോൾ അയാൾ തിരുമ്മിക്കൊണ്ട് മുകളിലേക്ക് നോക്കി, ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതെന്താ ഒരു വേദന എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം മുകളിലിരിക്കുന്ന ആൾ വിളിക്കുന്നതാണെന്ന് മനസ്സിലായി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും മാത്രം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്ന് അഹങ്കാരികളായിട്ട് പലപ്പോഴും ജീവിക്കാനിടയുണ്ട്. എന്നാൽ സഹനങ്ങൾ വന്നാലോ നമ്മൾ ദൈവത്തെ തന്നെ ഓർക്കും. ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇവിടെ മകൻ്റെ ഭാര്യ പ്രസവിച്ച കൊച്ചു 10 മാസമായി, എഡ്രിയാൻ ജോർജ്. എൻ്റെ മൂത്ത മകള് പ്രസവിച്ച് കൊച്ച് 2 മാസമായി, 2 മാസം വളർച്ച. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം. ഇന്നലെ വരെ ഒരു ചേച്ചി നോക്കാനായിട്ട് 2 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് അലൈൻമെൻറ്റായി വന്നേ ഉള്ളൂ. അതുകൊണ്ട് സെപ്പറേറ്റാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. അപ്പോൾ മകൻ്റെ ഭാര്യ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ മകൻ്റെ കൊച്ച് നീന്തി തുടിച്ച് ഇഴഞ്ഞ് എൻ്റെ അടുത്തോട് ഓടി വന്നു. അപ്പോൾ മകൻ്റെ ഭാര്യ ഓടി പുറകെ വന്നിട്ട് പറഞ്ഞു, പപ്പേ കൊടുക്കരുതട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യമെന്നറിയാമോ? രാത്രി വൈകി വീണ്ടും അവൻ്റെ വയറ് നിറച്ച് ഭക്ഷണവും പാലും എല്ലാം കൊടുത്തതാണ്. കൊച്ചിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഈ സമയം വൈകിയ സാഹചര്യത്തിൽ ഭക്ഷണം ലിമിറ്റില്ലാതെ കൊച്ച് ടേസ്റ്റോ താല്പര്യമോ കൊണ്ട് വീണ്ടും കഴിച്ചാൽ രാത്രി കൊക്കി വെക്കും, ഛർദ്ദിക്കും, ദഹനക്കേട് വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊച്ച് കഴിക്കാൻ താല്പര്യം കാണിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പിന്നെയും കൊടുക്കും. പക്ഷേ നമ്മളോടുള്ള കൊച്ചുങ്ങൾക്ക് അങ്ങനെയാണ്. അതങ്ങനെ ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ വയറ് നിറഞ്ഞാലും അവർ പിന്നെയും കഴിച്ചോളൂ. ഇഷ്ടമല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പലതും കൊടുക്കുമ്പോൾ അവർക്ക് നിനക്ക് എന്തിൻ്റെ കുറവാണ്, അത് ചെയ്ത് തന്നില്ലേ, ഇത് ചെയ്ത് തന്നില്ലേ എന്നൊക്കെ പറയും. അവിടെ പഠിപ്പിച്ചില്ല, ഇവിടെ പഠിപ്പിച്ചില്ല, അത് മേടിച്ചു തന്നില്ല. അത് മാത്രമല്ല സ്നേഹം. അവരോട് കൂടെ ഇരിക്കാൻ, അവരോട് കൂടെ കേൾക്കാൻ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അവരോട് സമയം ചെലവഴിക്കാൻ, ട്രിപ്പുകളൊക്കെ പോകാൻ, എല്ലാത്തിലും നമ്മളൊരു കൂട്ടുകാരെ പോലെ ഉണ്ടാകും.
ചെറുതാകണം. അപ്പോൾ വലുതായാൽ പിടിച്ചാൽ കിട്ടും, ഇല്ലെങ്കിൽ വലുതാകുമ്പോൾ അവരവരുടെ വഴിക്ക് പറന്നു പോകും. അപ്പൻ്റെ അമ്മയുടെ ആണെന്നും രണ്ടുപേരും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം മിന്നിച്ച് നിൽക്കുന്ന അപ്പനും അമ്മയും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് മക്കളെ പ്രതി തല്ലി തലകീറിയവർ അവസാനം എൻ്റെയാണ് നിൻ്റെയാണെന്ന് പറഞ്ഞിരുന്നവർ അവസാനം കെട്ടിപ്പിടിച്ചിരുന്ന് വരുന്ന ഒരുപാട് സീൻ കണ്ടുകൊണ്ടിരിക്കുക. ദിനം പ്രതി എന്നോണം പല കേസുകൾ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരെ, സ്നേഹം അത് കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. സ്നേഹമുള്ളിടത്ത് അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ അവർ കഴിക്കും. അപ്പോൾ എന്നോട് മരുമോൾ പറഞ്ഞ് കൊടുക്കല്ലേട്ടാ, അവൻ ആ കള്ളച്ചെറുക്കൻ പപ്പയുടെ അടുത്ത് വന്നേക്കണേണ്, കഴിച്ചു കഴിഞ്ഞതാണ്. ഇനി അന്നൊരു ദിവസം ഇതുപോലെ ചെയ്തിട്ട് രാത്രി ഛർദ്ദിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അവർ കഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് കൊടുക്കല്ലേ പപ്പേ, നാളെ കൊടുക്കഞ്ഞ് മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവന് പാലും എല്ലാം കൊടുത്തതാണ്, ഭക്ഷണം എല്ലാം കൊടുത്തതാണ്. ഇതുപോലെ തന്നെ നമ്മൾ അൺലിമിറ്റഡായിട്ട് ഈ കുഴിമന്തിയൊക്കെ മേടിക്കുന്നവർ അൺലിമിറ്റഡ് എന്നുള്ള പരസ്യം കണ്ട് കാണും. വേണ്ടത്രയും ഭക്ഷണം ചോറ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യവാചകമാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈസ്, ചോറ് കിട്ടുമെന്ന് പറയും. അപ്പോൾ ചോറ് മാത്രം പോരല്ല, അതിൻ്റെ കൂടെ തിന്നാൻ ചിക്കനും വേണ്ടേ, അപ്പോൾ അതും കൂടെ അൺലിമിറ്റഡായിട്ട് കിട്ടണം. അപ്പോൾ അതൊരു പരസ്യവാചകമാണ്. അപ്പോൾ അൺലിമിറ്റഡായിട്ട് നമ്മൾ അനുഗ്രഹങ്ങൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്നാൽ തന്നവനെ നമ്മൾ മറന്നു പോകാൻ ധാരാളം സാധ്യതയുണ്ട്. പക്ഷേ കഷ്ടതകളും സഹനങ്ങളും വരുമ്പോൾ ദൈവം നമ്മളെ കഷ്ടതകൾ കൊണ്ട് പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. പ്രഭാഷകൻ 2:5 പറയുന്നുണ്ട്, സ്വർണ്ണാഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. അതിൻ്റെ മാറ്റുരക്കുന്നത് അത് വിലയുള്ളതായി തങ്കമായി മാറുന്നത് അപ്പോഴാണ്. ഇതുപോലെയാണ് സഹനത്തിൻ്റെ തീച്ചൂട് ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യർ. ഏശയ്യാ 30:20-21 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പോൾ ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ അമ്മ ഇത് വല്ലതും ദർശിക്കാറുണ്ടോ, കേൾക്കാറുണ്ടോ? അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, അനുഭവിക്കണം. പുറകിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ പുറകിലൂടെ വരുന്ന കൂടെ നടക്കുന്ന വശങ്ങളിലിരിക്കുന്ന ആ ദൈവത്തെ കാണാൻ സഹനങ്ങളിൽ നമുക്ക് സാധിക്കണം. അപ്പോൾ സങ്കീർത്തനം 115 വീണ്ടും വരികയാണ്, തൻ്റെ ഭക്തർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു, അവിടെ നിന്ന് തൻ്റെ ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നു. വീണ്ടും നല്ലൊരു എല്ലാ വചനവും നല്ലത് തന്നെയാണ്, കൊതി തീരത്തില്ല. ഇപ്പം തന്നെ 12:30-1 മണിയായി വചനം പോസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 5-6 വീഡിയോ അടുപ്പിച്ച് പരിശുദ്ധാത്മാവ് തരുന്നൊരു ഒരുക്കവും ഒരു ജാഗ്രത. അപ്പോൾ രാത്രി ആ ഒരു നിശബ്ദതയിലാണ് മനസ്സൊക്കെ ഒന്ന് കൂടുതൽ സജ്ജമാകും. പലപ്പോഴും പല വീഡിയോകളും ചെയ്യുന്നത് ഏകദേശം ഒരു 12 മണി, 1 മണി, 2 മണി അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ വരാറുണ്ട്. ഇന്നലെ 2 മണിയായി രാത്രി കിടന്നപ്പോൾ. അപ്പോൾ ദൈവം തരുന്ന ഒരു ഒരുക്കമാണ്. മറ്റ് ചലനങ്ങളും വ്യഗ്രതകളെല്ലാം ഒതുങ്ങുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 25-26 അവിടെ പറയുന്നത്, കർത്താവേ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി, അങ്ങയുടെ വത്സല മക്കൾ നോട്ട് ദ പോയിൻറ്റ്, ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളതാണ്. സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ വിജാതീയരോ സ്വജാതീയരോ ആരുമാകട്ടെ, ആർക്കും കിട്ടും കർത്താവിൻ്റെ ഈ ഔദാര്യം, കർത്താവിൻ്റെ ഈ കരുണ, അവിടുത്തെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരം വിടും. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ബാക്കിയെല്ലാം തന്നെ കിട്ടും. പരിശുദ്ധാത്മാവിനെ തരണേന്നൊന്ന് പ്രാർത്ഥിക്കുക. മത്തായി 6:11 പറയുന്നത്, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. നാളത്തെ കാര്യം നമുക്ക് ഉറപ്പില്ല, ഇന്ന് വിളിച്ചാൽ ഇന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് ഇതാ നാളത്തെയും മറ്റന്നാളത്തെയും അടുത്ത കൊല്ലത്തെയും പിന്നത്തെ കൊല്ലത്തെയും കാര്യത്തിന് വേണ്ടിയല്ല. ഇന്ന് പലരും കരഞ്ഞുകൊണ്ട് നടക്കുന്നതും പ്രാർത്ഥിക്കാൻ വരുന്നതും ഒക്കെ അതും അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ വചനം പറയുന്നത് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. വീണ്ടും സങ്കീർത്തനം 127:2 പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടെ നിന്ന് പ്രദാനം ചെയ്യുന്നു. ഇപ്പോൾ ഈ വചനം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ 12:30, 1 മണി, 2 മണി എന്നൊക്കെ പറയുന്ന ഈ സമയത്ത് ഇത് കിട്ടേണ്ട ആൾക്കാർ നല്ല ഉറക്കമാണ്, അല്ലെങ്കിൽ ദുഃഖിച്ചും വിഷമിച്ചും കഴിയുന്നവരുണ്ട്. പക്ഷേ എന്നെ കർത്താവ് ഉറക്കാതെ ഇരുത്തി ഇത് ആവശ്യമുള്ളവർ. ഇന്ന് വൈകിട്ട് കുറേ മുമ്പ്
ഒരു ഫോൺ കോൾ വന്നു. UK എന്നുള്ള ഒരു സഹോദരനായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ബ്രദറെ, ആയിരങ്ങളിൽ ഒരുവൻ എന്ന് പറഞ്ഞ പോലെ എന്തോരം പേരാണ് വീഡിയോകളും പ്രസംഗങ്ങളും പോസ്റ്റ് ചെയ്യുന്ന അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ധ്യാനഗുരുക്കന്മാർ, ബ്രദർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ ഇങ്ങനെ ഞാൻ ബ്രദറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആയിരങ്ങളിൽ ഒരുവൻ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അല്ല, സ്വയം പൊക്കലല്ല. എനിക്ക് ആ ബ്രദറിൻ്റെ വന്നപ്പോൾ കുറച്ച് നേരം ശ്രദ്ധിച്ചപ്പോൾ ഇനിയും കേൾക്കാം. അങ്ങനെ ഞാൻ ഉറങ്ങണ വരെ ആ വചനം കേട്ടിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടത്. അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, ഒന്ന് വിളിച്ചതാണെന്നും പറഞ്ഞ് വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥിച്ച് പിരിഞ്ഞത് ഓർക്കുക. UK എന്ന് വിളിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. നല്ല ഫീഡ്ബാക്കുകൾ കിട്ടുന്നത്. ചിലർ കളിയാക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്, ഇട്ടിട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അവരല്ലല്ലോ നമ്മളെ ഈ കാര്യം ഏൽപ്പിച്ചത്. നമ്മളെ ഏൽപ്പിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം ഏൽപ്പിക്കുന്നത് വരെ നമ്മൾ ദൈവം ഏൽപ്പിച്ച കടമകൾ പൂർത്തീകരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രഭാഷകൻ 40:1 പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ടെന്ന് അവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പല കാലങ്ങളെക്കുറിച്ച് സഭാപ്രസംഗം 3:1 പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എല്ലാവരും രക്ഷപ്പെടും, രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിന് ദൈവികമായ ഒരു വിളി. കാരണം എല്ലാ കാര്യവും പോലെ അല്ല, ലോകത്തിൻ്റെ കാര്യങ്ങൾ പോലെ അല്ല ദൈവവചന ശുശ്രൂഷ. സങ്കീർത്തനം 127:2, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. 5 കോടി കടമുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കഥകൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 5 കോടി ഞൊടിയിടയിൽ ദൈവം മറിച്ച് കള്ളനാകാതെ ആ ഫണ്ട് റിലീസാകുന്ന, കള്ളനും ആയില്ല, ആ അടിമത്തത്തിൽ നിന്ന് സാമ്പത്തിക മേഖലയിൽ കെട്ടുപൊട്ടിച്ച് മോചനം. 95 ലക്ഷം രൂപ കടമിട്ട് പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തിയുണ്ട്. ഒരു വീട്ടിൽ 3 പേരുടെ കല്യാണം നടക്കുന്ന, 3 പെൺമക്കളും മാത്രമുള്ള വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും പിന്നെ പെൺമക്കളും പ്രാർത്ഥിക്കാൻ വന്നു. ഒരു വർഷം തന്നെ 2 പേരുടെ നടന്നു. പിറ്റേ കൊല്ലം 3ാമത്തെ ആളുടെ നടന്നു. 30-35 വയസ്സൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ 2 ആണും 1 പെണ്ണും, 3 പേരുടെ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ്? നമ്മുടെ ആരുടെയും കഴിവോ മിടുക്കോ അല്ല. നമ്മൾ അതിനുവേണ്ടി ഒരു ഡിഗ്രിയും ഒരു ഫിലോസഫിയും പഠിച്ചിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശു നാമത്തിലാണ് ബന്ധനങ്ങൾ അഴിയും. ലൂക്ക 4:18, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അന്ധർക്ക് കാഴ്ച, ദരിദ്രർക്ക് സുവിശേഷം. സങ്കീർത്തനം 156:7, കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് മാത്രം അത് മോചിപ്പിക്കാനായിട്ട് പറ്റൂ. അപ്പോസ്തല പ്രവർത്തനം 2:21, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും. റോമാലേഖനം 10-12 വാക്യം, അതും കൂടെ ഓർമ്മ വരികയാണ്. എന്താണ് അവിടെ പറയുന്നത്? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പത്ത് എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്രിയേറ്റർ, സൃഷ്ടികർത്താവാണ്. പരിശുദ്ധാത്മാവാണ്. പുതുക്കി പണിയേണ്ടത് പുതുക്കി പണിയും, ഇടിച്ച് തകർക്കേണ്ടത് ഇടിച്ച് തകർത്തും, നട്ടു വളർത്തും, മാനസാന്തരപ്പെടുത്തേണ്ടത് മാനസാന്തരപ്പെടുത്തും, ഉരുക്കി വാർക്കേണ്ടത് ഉരുക്കി വാർക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് നമ്മുടെ ബലം പിടുത്തോ വാശിയോ നിർബന്ധമല്ല. മുട്ടുവിൻ തുറക്കപ്പെടും, മത്തായി 7:7, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറപ്പെടും. നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, എളിമയോടെ നിൽക്കുക, പ്രത്യാശ നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനുള്ള കൃപ ദൈവത്തേക്ക് പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനും, പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന കുടുംബം, വ്യക്തി, അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കേസുകൾ അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴക്കുകൾ അവസാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേസിൽ നീതി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതിന് വേണ്ടി, വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ടി, ജോലി തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണമേ. സ്വജാതിയരോ വിജാതിയരോ ആരുമാട്ടെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ. 1 യോഹന്നാൻ 3:1, എത്ര വലിയ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് ദൈവ മക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. ഞങ്ങൾ മക്കളാണ് കർത്താവെ. റോമ 8:16-17 പറയുന്നുണ്ട്, മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. കർത്താവെ, ഒരു അവകാശികളാണ്. അതുകൊണ്ട് അവരിത് കേൾക്കാൻ അങ്ങ് ഇടയാക്കുന്നത്. കർത്താവ് പറയുന്ന ഞാനും കേൾക്കുന്ന ഈ മക്കളും അങ്ങയുടെ നാമത്തിൻ്റെ അവകാശികൾ, അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. അനുഗ്രഹിക്കണേ. യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ, കെട്ടപ്പോട്ടെ. പരിസയ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാൽമാലാകമാരെ ദൈവഹിതം പോലെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.